ഓ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ ഓ അസ്ഥി സൈന്യമായി ശബ്ദമുയർത്തി അസ്ഥി സൈന്യമായി അസ്ഥി ഓ ബാബ ഓ അസ്ഥി സൈന്യമായി ഒരു സൈന്യം ഉയർത്തി ഖബർ സൈന്യമായി മഹത്വം ശബ്ദമുയർത്തി അസ്ഥി സൈന്യമായി ഓ അസ്ഥി സൈന്യമായി ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചു ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സ്മിയാർത്തലാ ശന്തൽ ഖബാനി, ഈ പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഈ ദൈവ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ ആ യഹോവയുടെ ശബ്ദം ഇതിനകത്ത് മുഴങ്ങി നിൽക്കട്ടെ. ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാതുകൾക്കകത്ത് സകല ശബ്ദങ്ങൾക്കും മീതെ യഹോവയുടെ ശബ്ദം മുഴങ്ങേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ അസാധാരണമായ ദൈവിക ചലനങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഓരോ വ്യക്തികളുടെ മേൽ അങ്ങനൊരു ചലനങ്ങൾ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഓരോ ജീവിതങ്ങളുടെ മേൽ അത് സംഭവിക്കട്ടെ. യഹോവയുടെ ശബ്ദം ലബാനോനിനെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ റംസിയ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്നു. ഈ പകലിൽ അസാധാരണമായ യഹോവയുടെ ശബ്ദം ഈ കാതുകളിൽ മുഴങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവകരെ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സഭ ചേർന്ന് ആമേൻ ആമേൻ. അത് സ്ഥാനങ്ങളിരുന്നാണ്. താങ്ക് യു ജീസസ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഹൃദയാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രിയ കർത്തദാസനോടും കുടുംബത്തോടും സഭയോടും പ്രിയപ്പെട്ടവരോടൊക്കെയും ചേർന്ന് വീണ്ടും നിങ്ങളൊപ്പമായിരിക്കാൻ, പ്രാവശ്യം കുടുംബമായി ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ കാലഘട്ടങ്ങളും ഒക്കെയും കർത്താവ് നമുക്ക് വേണ്ടി നിന്നു. കർത്താവ് നമ്മുടെ കൂടെ നിന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവകരം നമ്മെ താങ്ങി, ആ ദൈവശബ്ദം നമ്മെ താങ്ങി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പകലിൽ ഒരു ദൈവിക സന്ദേശം നിങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിച്ച് കർത്തദാസന് മൈക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലോട് തന്നെ എന്നെ ഒരുപാട് എനിക്ക് വളരെ ഇഷ്ടമുള്ള സങ്കീർത്തനവും വളരെ ഇഷ്ടമുള്ള ദൈവശബ്ദവുമാണിത്. യഹോവയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ കാതുകളിൽ പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ തിങ്കൾ മുതൽ ശനി ഈ ഞായറാഴ്ച രാവിലെ വരെ പല ശബ്ദങ്ങൾ കേട്ട്, അതിപ്പോൾ വീട്ടിനകത്ത് കുഞ്ഞുങ്ങളുടെ ആകാം, ഭാര്യയുടെ ആകാം, ഭർത്താവിൻ്റെ ആകാം, ജോലിക്കാരുടെ ആകാം, അയൽവക്കക്കാരുടെ ആകാം, വഴിയിലൂടെ പോകുന്ന വാഹനമാകാം. പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തും. ചില മാനുഷിക ശബ്ദങ്ങൾ, വാക്കുകൾ നമ്മളെ ബലപ്പെടുത്തും. ചിലത് നമ്മളെ തളർത്തും. കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ ചിലത് വളർത്തും, ചിലത് തളർത്തും. ഈ തളർത്തുന്ന ശബ്ദത്തിന് കാത് കൊടുക്കാതിരിക്കുക, വളർത്തുന്ന ശബ്ദത്തിന് കാത് കൊടുക്കുക. തളർത്തുന്ന ശബ്ദത്തിന് കാത് കൊടുത്താൽ നാം തളർന്നുകൊണ്ടിരിക്കും. പക്ഷെ വളർത്തുന്ന ശബ്ദത്തിന് കാത് കൊടുത്താൽ തളരുന്ന പ്രതിസന്ധി നമ്മുടെ മുൻപിൽ വന്നാലും നാം വളരും.
വളരുന്ന ശബ്ദത്തിന് കാത് കൊടുത്താൽ തളരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാലും നാം വളരും. ഈ പകലിൽ ഈ ദൈവ ശബ്ദത്തിന് കാത് കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് ഈ പാട്ടല്ലെങ്കിൽ ഈ ഗീതം പാടാൻ, ഈ സങ്കീർത്തനം എഴുതാനൊരു കാരണമുണ്ട്. ഇസ്രായേലിൻ്റെ മണ്ണിൽ മഴ ഈ ആകാശത്തെ അന്തരീക്ഷങ്ങളെ നിയന്ത്രിക്കുന്നത് ബാൽ എന്ന ഒരു ശക്തിയാണ്. ഈ ശക്തിക്ക് എതിരായിട്ടാണ് ഈ പാട്ട് പാടുന്നത്. നോക്കിക്കേ, എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പൈശാചിക തലം ആ മണ്ണിൽ കിടക്കുമ്പോൾ ഈ മണ്ണിൽ നിന്നുകൊണ്ട് വിണ്ണിലേക്ക് നോക്കി ഒരുത്തൻ പാടുകയാണ്, യഹോവയുടെ ശബ്ദം ചെയ്യും. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതും മഴ പെയ്യ്ക്കുന്നതും ഇടിവെട്ടിക്കുന്നതും എല്ലാം ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചത് ബാലാണെന്നാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ദാവീദ് പാടുക, അല്ല ബാലല്ല, ദൈവം. ഇന്ന് ഞാൻ ആത്മാവെ പറയാം, നിന്റെ സാഹചര്യത്തെ നോക്കി തിരിച്ചു പറയണം, ഞാൻ പറയും ദൈവമാണ് ചെയ്തത്. അസാധ്യങ്ങൾക്കകത്ത് സാധ്യത വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തത്. എൻ്റെ ഇല്ലായ്മകൾക്കകത്ത് നിറവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തത്. എൻ്റെ തലമുറയെ ഇത്രത്തോളം വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തത്. ഇന്ന് പകൽ യാത്ര ചമത്തിയെ വീണു പോകാമെന്ന സാഹചര്യത്തിനകത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് ചെയ്തത്. ഇന്ന് പകൽ ശബ്ദമുയർത്തി പറയണം, യഹോവയുടെ ശബ്ദമാണ് എന്നെ നിർത്തുന്നത്. ഈ കാലഘട്ടത്തിനകത്ത് നോക്കിക്കേ, ദാവീദിന്റെ ചരിത്രം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ദാവീദിന്റെ ജീവിതത്തെ, ഈ ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന ചരിത്രം നാം വായിക്കുമ്പോൾ ഭയങ്കര, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചപ്പോൾ ഭയങ്കരമായി പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ഈ ശമൂവേലിനോട് ദൈവം പറയാണ്, നീ എത്രത്തോളം ശൗലിനെ പറ്റി എന്ത് ചെയ്യും? ദുഃഖിച്ചിരിക്കും. നീ ശൗലിനെ പറ്റി എത്രത്തോളം ദുഃഖിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, ഞാൻ വേറൊരുത്തനെ കണ്ടിട്ടുണ്ട്, നീ അവൻ്റെ വീട്ടിൽ പോകണം, യിശായിയുടെ വീട്ടിൽ പോകണം. നോക്കിക്കേ, ശമൂവേല് ഭയങ്കര പ്രൊഫറ്റാണ്, ഭയങ്കര വലിയൊരു പ്രവാചകനാണ് ശമൂവേൽ. കാലഘട്ടം അറിയുന്ന ഇന്നും കാലഘട്ടങ്ങൾക്കകത്ത് അറിയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ശമൂവേൽ പ്രവാചകൻ. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ. ഈ യിശായിയുടെ ഭവനത്തിലേക്ക് എത്തുന്ന ആ പട്ടണത്തിൽ എത്തിയപ്പോൾ മൂപ്പന്മാർ വിറച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. ശമൂവേൽ എത്തിയപ്പോൾ മൂപ്പന്മാർ വിറച്ചു. നോക്കിക്കേ, ഇതുപോലെയുള്ള വലിയ പ്രവാചകനോട് ദൈവം അഭിഷേകം ചെയ്യേണ്ടിയവൻ്റെ പേര് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറയാം, നിന്റെ പേരാരും പറഞ്ഞാലും പറഞ്ഞില്ലേലും നിന്റെ കാട്ടിൽ നിന്റെ ഒറ്റപ്പെടലെ കണ്ടിട്ടൊരു ദൈവം ഉണ്ടെങ്കിൽ, നിന്റെ വീട്ടിനകത്ത് പ്രവാചകനെ അയച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ പേര് വിളിക്കുന്നതല്ല വിഷയം, നിന്നെ അഭിഷേകം ചെയ്യാൻ തെരഞ്ഞെടുത്തതാണ് വിഷയം. ഇന്ന് പകൽ ഒരു പ്രവാചകൻ പേര് വിളിച്ചാലും വിളിച്ചില്ലേലും നിന്നെ അഭിഷേകം തെരഞ്ഞെടുക്കാൻ നിന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ടോ? നിന്നെ അവകാശിയാക്കിയൊരു ദൈവമുണ്ടോ? ഇന്ന് പകൽ അതാണ് ഇവിടെ വിഷയം. സന്തോഷിക്കേണ്ടത് പേര് വിളിക്കുമ്പോഴല്ല, സന്തോഷിക്കേണ്ടത് ഞാൻ എൻ്റെ വീട്ടിൽ എന്നാലും യേശു വന്നല്ലോ. അല്പസമയം കമാൻ ഒന്ന് സ്തുതിച്ചേ.
വീട്ടിനകത്ത് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലായിരിക്കാം, വീട്ടിനകത്ത് ശൂന്യതയായിരിക്കാം. പക്ഷേ ദാവീദ് പാടുകയാണ്, യഹോവയുടെ ശബ്ദം ചിലത് ചെയ്യും, യഹോവയുടെ ശബ്ദം ചിലത് ചെയ്യും. ഇന്ന് പകൽ ഞാൻ നിന്നെ നോക്കി പ്രവചിക്കാൻ ഒരു നിയോഗമുണ്ട്. നിന്റെ ആ ശൂന്യമായ കയ്യെ നോക്കി പറ, യഹോവയുടെ ശബ്ദം ചിലത് തരും. യഹോവയുടെ ശബ്ദം ചിലത് ചെയ്യും. നിന്റെ ശൂന്യമായ കിച്ചൺ നോക്കി പറ, വീട് നോക്കി പറ, യഹോവയുടെ ശബ്ദം ചിലത് ചെയ്യും കേട്ടോ. യഹോവയുടെ ശബ്ദം. ഓ ശാസ്ത കാറ്റാവ്ലി Salaitala mohostam brafania. Vihitas seblacious mahokas and taifi. Lahastel mahofrandaibia catasta mahania. Viheselacious finian talabakaur bakanadia. ഇന്ന് പകൽ ആരെയൊക്കെയോ നോക്കി എനിക്ക് ഭയങ്കരമായി പ്രവചിക്കാനൊരു നിയോഗമുണ്ട്. യഹോവയുടെ ശബ്ദം നിനക്ക് വേണ്ടി സംസാരിക്കും കേട്ടോ. നീ ആരോടും റെക്കമെൻഡിന് വേണ്ടി പോകണ്ട, നീ ആരോടും ശുപാർശയ്ക്ക് വേണ്ടി പോകണ്ട. യഹോവയുടെ ശബ്ദം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് ഭയങ്കരമായി പ്രവചിക്കാൻ നിയോഗം. യഹോവയുടെ ശബ്ദം ചിലത് ചെയ്യും. നിന്റെ ഹൃദയത്തെ വേദന അറിഞ്ഞ് നിന്റെ മുറിവിനെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തെ ഭയങ്കരമായി പ്രവചിക്കാൻ പറയുന്നു. നിന്റെ മനസ്സിനകത്തെ മുറിവ് കൊണ്ട് നീ മാസങ്ങളായി ഇരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് പകലിൽ യഹോവയുടെ ശബ്ദം നിന്റെ മുറിവ് കെട്ടും. യഹോവയുടെ ശബ്ദം നിന്റെ ശൂന്യതയ്ക്കകത്തിറങ്ങി വരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല കരം ഉയർത്തി ഒന്ന് പാടിക്കേ. ഇന്ന് പകൽ യഹോവയുടെ ശബ്ദം ഇന്ന് ഈ പകലിൽ ചിലർക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എലീശായുടെ അടുക്കൽ ഏലിയാവ് എന്ന് പുതപ്പിട്ടപ്പോഴേ അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇട്ടേച്ച് അവൻ പുറപ്പെടാൻ കാരണം എന്താ? യഹൂദനെ സംബന്ധിച്ച് ഒരു ജൂയിഷ് കൾച്ചർ പറയാം. യഹൂദനെ സംബന്ധിച്ച് ഒരു യഹൂദൻ്റെ വീട്ടിൽ തലമുറയില്ലെങ്കിൽ അവന് പറയാൻ സ്വത്തുണ്ട്, അവൻ്റെ കയ്യിൽ സ്വത്തുകളുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ ഇത് അനുഭവിക്കാൻ ഇവൻ കഴിഞ്ഞൊരു തലമുറ ഇവനില്ലെങ്കിൽ ഇവൻ എന്തു ചെയ്യും? ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടും. ഇവൻ്റെ കയ്യിൽ ഒരു പുതപ്പ്, ഒരു ഷോള വല്ലതും തരാമോ? വേണ്ട, ഓക്കെ. ഈ പുതപ്പുമായിട്ട് ഇവൻ യാത്ര തുടങ്ങും. ഈ പുതപ്പുമായി യാത്ര തുടങ്ങി ഇവന് ബോധിച്ചവരുടെ മേൽ ഈ പുതപ്പിനെ എന്ത് ചെയ്യും? ഇടും. ഈ പുതപ്പിനെ ഇടുമ്പോൾ സ്വീകരിക്കുന്നവൻ, അല്ലെങ്കിൽ ഈ പുതപ്പ് വീണവൻ അറിയാം എന്തിനാ പുതപ്പിട്ടേന്ന്. ആരുടെ മേൽ ഈ പുതപ്പ് വീണിട്ടുണ്ടോ അവൻ ആ വ്യക്തി ഈ പുതപ്പിട്ടവനുള്ളതെല്ലാത്തിനും അവകാശിയാണ്. ഇത് യഹൂദന്റെ കൾച്ചറാണ്. ഇത് യഹൂദന്റെ കൾച്ചറാണ്. ഈ പുതപ്പ് ആരുടെ മേൽ വീണോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എന്തിനാ ചെയ്ത ജോലി ഇട്ടേച്ചു പോയെന്ന്. ഏലിയാവ് വന്ന് ഏലീശയുടെ മേൽ പുതപ്പിട്ടപ്പോൾ ഈ പുതപ്പ് വീണ ഏലീശയ്ക്ക് മനസ്സിലായി ഏലിയാവിനുള്ളതെല്ലാം ഇവനും അവകാശിയാണെന്ന്. ഏലിയാവിനുള്ളതെല്ലാം ഇന്ന് പകൽ അവകാശത്തിന്റെ പുതപ്പ് വീണവർ ഇതിനകത്തുണ്ടോ? യേശുവിനുള്ളതെല്ലാം, സ്വർഗരാജ്യത്തുള്ളതെല്ലാം ഇവൻ അവകാശിയാണ്.
ഇന്ന് പകൽ യേശുവിന്റെ അവകാശത്തിന്റെ പുതപ്പ് വീണവരുണ്ടോ? അവകാശത്തിന്റെ പുതപ്പ് വീണവർ ഇതിനകത്തുണ്ടോ? പുതപ്പ് വീണവൻ അറിയാം, ഇവനുള്ളതെല്ലാം അവൻ അവകാശിയാണ്. പുതപ്പ് വീണ ഏലിശയ്ക്ക് മനസ്സിലായി, ഏലിയാവിനുള്ളതിനെല്ലാം ഞാനും അവകാശിയാണെന്ന്. അത് ഏലിയാവിൻ്റെ സമ്പത്തിൽ മാത്രമല്ല, അവസാനം വരുമ്പോൾ ഏലിയാവ് പോകാൻ സമയമാകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്നാണ് യഹോവയാണ്, ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല. പുതപ്പ് വീണു എന്നുള്ള കാര്യം ശരിയാ. ഇനി അടുത്തൊരു കൾച്ചർ പറയാം. ഈ ഒരു വീട്ടിനകത്തൊരു യഹൂദന് ഒന്നിൽ മുകളിൽ തലമുറയുണ്ടെങ്കിൽ ആ സമ്പത്തിനും ആ നന്മയ്ക്കും വിഭജിച്ചു കൊടുക്കും. തലമുറയ്ക്ക് അത് വിഭജിച്ചു കൊടുക്കും. വിഭജിച്ചു കൊടുക്കുന്നത് വെച്ചാൽ മൂത്ത തലമുറയ്ക്ക് 50%, ബാക്കിയുള്ളത് 25-25 നീ വിഭജിക്കും. മൂത്തവനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, മൂത്തവനാണ് ഇരട്ടി പങ്ക് കിട്ടുന്നത്. ഏലിയാവ് പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് മനസ്സിലായോ? ഏലീശ പറയാ, കുഞ്ഞേ, നിനക്ക് പല പ്രവാചക ശിഷ്യന്മാരുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് നിന്റെ ഇരട്ടി പങ്ക് വേണം. ഒരു മൂത്രപുത്രൻ്റെ പദവി എനിക്ക് വേണം. പുതപ്പ് വീണതുകൊണ്ട് കാര്യമായില്ല, ഇത് അനുഭവിക്കണമെങ്കിൽ ഇരട്ടി പങ്ക് വേണം. ഇന്ന് പകലിൽ അവകാശത്തിന്റെ ഇരട്ടി പങ്ക് ലഭിക്കാൻ, അഭിഷേകത്തിന്റെ അല്ല, അവകാശത്തിന്റെ ഇരട്ടി പങ്ക് ലഭിക്കാൻ നിന്നെ കണ്ടൊരു ആദ്യജാതനുണ്ട് കേട്ടോ. ഉയരത്തിലെ ആദ്യജാതൻ, നീ എന്ന ആദ്യജാതനെ തേടി അവകാശമായി വീഴട്ടെ, അവകാശമായി വീഴട്ടെ, അവകാശമായി വീഴട്ടെ. നീ ശൂന്യമായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ അവകാശിയാണ്, നീ അവകാശിയാണ്. നിന്റെ മേൽ പുതപ്പ് വീണിട്ടുണ്ട്, നീ അവകാശിയാണ്. നീ ശൗലിനെ പറ്റി ചിന്തിക്കരുത് എന്ന് ശമൂവേലിനോട് ദൈവം പറയാം. ഞാൻ അവനെ തള്ളിക്കളയും. ഞാൻ ഈശായിയുടെ വീട്ടിൽ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. പറയാൻ, ചരിത്രം പറയാൻ, പിന്നിൽ പറയാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ എന്തുകൊണ്ടാണ് ശൗല് തോറ്റുപോയെന്നറിയാവോ? ശൗല് തോറ്റുപോയതിൻ്റെ കാരണം, അമാലേക്യർ എന്ന് പറയുന്ന ഒരു സൈന്യം, ഈ കുറച്ചുകൂടെ നന്നായി പറയാം, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആ ദിവസം മുതൽ ഒരു മാസമായതേ ഉള്ളൂ. ഇവർ വെള്ളം കിട്ടാതിരുന്നപ്പോൾ യഹോവയോട് പിറുപിറുത്തു. ഇവർ ഈ പിറുപിറുത്ത സമയത്താണ് ദൈവം ഇവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഇസ്രായേൽ ജനം കനാലിൽ എത്തുന്നതുവരെ ഇവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടിയ, അല്ലെങ്കിൽ ഇവരുമായി എതിർത്ത് ഇവർക്ക് ജയിക്കേണ്ടിയത് 33 രാക്ഷസ ജാതികളെയാണ്. 33 രാക്ഷസ ജാതികൾ, ജയൻസ്. ഒരു അമാലേക്കിൻ്റെ വലിപ്പം ബൈബിൾ പറയുന്നു, ഒരു അമാലേക്കിൻ്റെ
മഞ്ചത്തെ നെഞ്ചിൻ്റെ അളവ് 9 അടിയാണ്. ഒഴികെ 9 അടി. ഈ 9 അടി ഉള്ള ഈ വ്യക്തി, ഇങ്ങനെയുള്ള ഒരു സൈന്യവുമായിട്ടാണ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു കിങ്ഡത്തെയാണ് ഇവർ ജയിക്കേണ്ടത്. നോയികെ, യുദ്ധം അറിയാവുന്നവർ പാളയത്തിനകത്തില്ല. ഇസ്രായേൽ ജനത്തിനകത്ത് യുദ്ധം അറിയാവുന്നവർ പാളയത്തിലില്ല. പക്ഷേ യുദ്ധം അറിയാവുന്നവനോട് ദൈവം പറഞ്ഞു, നീ മലമുകളിൽ കയറി കൈ ഉയർത്തി നിന്നോളെ. യുദ്ധം അറിയാവുന്നവർ ആകെപ്പാടെ ഇസ്രായേൽ ജനത്തിന് അറിയാവുന്നത് ഇഷ്ടിക ചുമക്കാനും ഇഷ്ടിക ഉണ്ടാക്കാനും മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ മിസ്രൈമിൻ്റെ കുറേ അടി കൊള്ളാനും. ഇതല്ലാതെ വേറെ ഒന്നും ഇസ്രായേൽ ജനത്തിന് അറിയാവുന്നവൻ എങ്ങനൊക്കെയോ കൈ വീശിയപ്പോൾ കൊന്നതാ. യുദ്ധം അറിയാവുന്നവൻ പർവ്വതമുകളിൽ കൈ ഉയർത്തി നിൽക്കുക. ഇവനോട് പറഞ്ഞു, കൈതാക്കരുത്, കൈതാത്ത യുദ്ധം തോറ്റുപോകും. ഞാൻ ഒരു ദൂത് പറയാം. യുദ്ധം അറിയാവുന്ന പിതാക്കന്മാർ പിന്നിലുണ്ടെങ്കിൽ യുദ്ധം അറിയാത്തൊരു തലമുറ താഴ്വരയ്ക്കകത്ത് ജയിക്കും. യുദ്ധം അറിയാവുന്ന ഒരു കൂട്ടം പിന്നിലുണ്ടോ, യുദ്ധം അറിയാത്തവർ ജയിക്കും. ഒന്നുകൂടെ നന്നായി പറഞ്ഞാൽ, ഒരു തലമുറ യുദ്ധം അറിയാവുന്നവർ കയറി നിന്നാൽ അടുത്ത തലമുറ താഴ്വരയിൽ ജയിച്ചു വീഴും. ഒരു തലമുറ യുദ്ധം അറിയാവുന്നവർ കയറി നിന്നാൽ അടുത്ത ജനറേഷൻ ജയിച്ചു വീഴും. ഓ മറ സന്തലാദിയ, വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് നീ മറന്നു പോകരുത്. പക്ഷേ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇന്ന് രാൾവര സന്തരാദിയ, യുദ്ധം അറിയാവുന്നവർ കയറി നിൽക്കാമോ? യുദ്ധം അറിയാവുന്നവർ കയറി നിൽക്കാമോ? ഒരു തലമുറ ജയിക്കും കേട്ടോ. യുദ്ധം അറിയാവുന്ന മാതാപിതാക്കൾ കയറി നിൽക്കാമോ? യുദ്ധം അറിയാവുന്ന ഒരു ജനറേഷൻ കയറി നിൽക്കാമോ? അടുത്ത തലമുറയെ ജയിപ്പിക്കാൻ ഉള്ള ആയുധമുറകൾ അറിയത്തില്ലെങ്കിലും, പടവെട്ടാൻ അറിയത്തില്ലെങ്കിലും, യുദ്ധം ജയിക്കാൻ ഒരു തലമുറയ്ക്ക് വേണ്ടി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ട്. ഓ തലമുറ തലമുറയായി ഇതെന്റെ നിയമമാകുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഒരു ഓർമ്മ പുസ്തകം എടുക്കണം. ഈ ഓർമ്മ പുസ്തകം എടുത്തിട്ട് നീ അതിനകത്ത് എഴുതണം, വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ അവൻ സംഹരിച്ചു കളഞ്ഞത് നീ മറന്നുപോകരുത്. പിന്നണിയിലുള്ള ബലഹീനർ. ഇതിന് മുൻപ് ശുശ്രൂഷ പ്രിയ കർത്തദാസൻ പറഞ്ഞല്ലോ, ദൈവസാന്നിധ്യം നിനക്ക് മുൻപായി പോകും. ഞാൻ അവിടെ നിന്നൊന്ന് തുടങ്ങുക. ഈ മുൻപായി പോകുമെന്ന് പറയുമ്പം ഇവരെ കർത്താവ് സർവശക്തനായ ദൈവം നടത്തിയത് സർവശക്തൻ്റെ സാന്നിധ്യത്തിന് കീഴിലാണ്. കഴിഞ്ഞ 1 മാസം ഇവർ നടക്കുന്നത് സർവശക്തൻ്റെ പ്രസൻസിൻ്റെ കീഴിലാണ്. കർത്താവ് പറഞ്ഞു, ഈ സാന്നിധ്യം വിട്ട് പോവരുത്, ഈ സാന്നിധ്യം വിട്ട് പോവരുത്, ഈ സാന്നിധ്യം വിട്ടു പോകരുത്. എല്ലാവരും സാന്നിധ്യത്തിന് കീഴിൽ നിന്നു. പക്ഷെ ചിലർ പിന്നണിയിൽ നിന്നു. എല്ലാവരും സാന്നിധ്യത്തിന് കീഴിൽ നിന്നു. പക്ഷെ ചിലർ ബലഹീനരായവർ പിന്നണിയിൽ നിന്നു. അവരെയാണ് അമാലേക്യർ നോട്ടമിട്ടത്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ ആരെയാ ശത്രു നോട്ടമിടുന്നതെന്ന് അറിയാവോ? പിന്നിൽ ബലഹീനരായവർ. ഓ മനസ്സുകൊണ്ട് ബലഹീനരായവർ, ചെറിയ വാക്കുകൾ കൊണ്ട് മുറിവേക്കുന്നവർ, ചെറിയ വാക്കുകൾക്കകത്ത് പിണങ്ങുന്നവർ, അവർ ബലഹീനരാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ആത്മാവിൽ ദൂത് പറയാം, സാന്നിധ്യത്തിനകത്ത് നിന്നാൽ ഈ ബലഹീനരെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? സാന്നിധ്യത്തിന് പുറത്ത് നിൽക്കുന്നവരെ അല്ലേ ബലഹീനരെന്ന് വിളിച്ചേ?
പക്ഷെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവരോ, സാന്നിധ്യത്തിന് പുറത്ത് നിൽക്കുന്നവർ ബലഹീനരാണെങ്കിൽ, സാന്നിധ്യത്തിനകത്ത് നീ കേറിയാൽ ഇല്ല. ഓ കമാൻ, നിന്റെ മനസ്സിനകത്തില്ലാത്തത്, നിന്റെ ജീവിതത്തിലില്ലാത്തത് ഇന്ന് പകലൊരു ബലത്തെ, ഒരു ധൈര്യത്തെ സാന്നിധ്യത്തിൻ കീഴിൽ നിൽക്കുന്നവരുണ്ടോ? കമാൻ, അല്പസമയം കരമടിച്ച് ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി കരമടിച്ച് നിന്നെ ബലഹീനരാക്കാൻ പൈശാചിക ലോകം കച്ചകെട്ടി നിൽക്കുമ്പോൾ സ്പിരിറ്റ് വേൾഡിനകത്ത് ചർച്ച നടക്കും. എനിക്കറിയില്ല, പരിശുദ്ധാത്മാവിനോട് ഭയങ്കരമായി പറയുന്നു, ഇതിനകത്ത് ഈ സഭയെക്കുറിച്ച് ആത്മലോകത്ത് ഭയങ്കര ചർച്ച നടക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ആത്മലോകത്ത് ചർച്ച നടക്കുകയാണ്. എൻ്റെ കാതിൽ ഞാൻ ഭയങ്കരമായി കേൾക്കുന്നു. ചിലരെയൊക്കെ പറ്റി ഈ പകൽ ചർച്ച നടക്കുക. അയ്യോ, ബലഹീനരായവർ, ഇനി ഇവനെ ബലഹീനതയ്ക്കകത്ത് നിർത്താൻ പറ്റില്ല. ഇവൻ കേറി നിന്നാൽ, സാന്നിധ്യത്തിനകത്ത് ഇവൻ നടന്നാൽ, സാന്നിധ്യത്തിനകത്ത് ഇവൻ വെട്ടിയാൽ, സാന്നിധ്യത്തിനകത്ത് കമാൻ. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, എഴുന്നേറ്റ് നിന്നോ, എങ്ങനെങ്കിലും ഒന്ന് റിസീവ് ചെയ്തേ. കമാൻ. ആത്മലോകത്ത് നീ എന്ന വ്യക്തി ചർച്ചയാണ്. ആത്മലോകത്ത് നീ എന്ന വ്യക്തി ചർച്ചാ വിഷയമാണ്. ആത്മലോകത്ത് സിൽവാൻ ചർച്ചാ വിഷയമാണ്. ആത്മലോകത്ത് ജോബ് ചർച്ചാ വിഷയമാണ്. ആത്മലോകത്ത് ആരൊക്കെയോ ചർച്ചാ വിഷയമാണ്. ഇനി ബലഹീനനല്ല, യഹോവയുടെ ശബ്ദം ഇവന്റെ അകത്ത് ബലം പകരുന്നു. ഇനി ബലഹീനനാക്കാൻ പറ്റുകയില്ല. ഇനി പിന്നണിയിൽ നിൽക്കുന്നവരെ ആക്രമിക്കാൻ പറ്റുകയില്ല. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി. നിങ്ങൾക്കറിയാവോ, നമുക്ക് വേണ്ടി കർത്താവ് 360 ഡിഗ്രി പ്രൊട്ടക്ഷനാണ് തന്നേക്കുന്നത്. അവർക്ക് മുൻപായി സാന്നിധ്യം ചെന്നു. ഫറവോനും സൈന്യവും അവരുടെ പിന്നിൽ വന്നപ്പോൾ ഈ സാന്നിധ്യം അവരുടെ പിന്നിൽ ചെന്നു. അപ്പം മുമ്പും പിൻപും. ഓ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ മുമ്പും പിമ്പും ഇടവും വലവും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്നെ കാത്തു വെച്ചേക്കുക. അത്യുന്നതൻ്റെ ഭുജം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് വരെ പോലെ അവൻ എനിക്ക് മീതെ അവൻ എന്നെ മറച്ചു വെച്ചു. അപ്പം മുമ്പും പിമ്പും ഇടവും വലവും മീതെയും പ്രൊട്ടക്ഷൻ. ഇന്ന് പകൽ 360 ഡിഗ്രി പ്രൊട്ടക്റ്റഡ് ആണ് തൻ്റെ സഭ. തൻ്റെ ജനം സമാൻ. അവൻ മുമ്പും പിമ്പും ഇടവും വലവും സുരക്ഷിതരാണ്. ഓ യേശുവേ ആരാധ്യനേ, स्वर्गदूत तेरी स्तुति करे. यीशुवे तू आराध्य है, स्वर्गदूत तेरी स्तुति करे. यीशुवे ആരാധ്യനേ. ദൂതന്മാർ വാഴ്ത്തുന്നു
ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്തി. ലിഫി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയങ്കരമായി. ഈ ശമൂവേൽ ചെന്നു. ഇതിനൊക്കെ മുമ്പായിട്ട് ഈ ശമൂവേൽ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ ചെന്നാൽ ശൗലെങ്ങാനും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും. കർത്താവ് പറയാണ്, ഒരു കാര്യം ചെയ്യണം, നീ കൊമ്പിൽ തൈലം നിറയ്ക്കണം. നീ കൊമ്പിൽ. ഒരു യഹൂദൻ ദൂരയാത്ര ചെയ്താൽ ആ യാത്രയ്ക്ക് വേണ്ടി കുടിക്കാൻ വെള്ളം എടുക്കുന്നത് തുരുത്തിക്കകത്താണ്. തുരുത്തിക്കകത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു യഹൂദൻ ദൂരയാത്ര ചെയ്താൽ ആ യാത്രയ്ക്ക് വേണ്ടി അവൻ കുടിക്കാൻ വെള്ളം എടുക്കുന്നത് തുരുത്തിക്കകത്താണ്. തുരുത്തിയുടെ കപ്പാസിറ്റി 15 മുതൽ 20 ലിറ്റർ വരെ കൊള്ളും. 15 മുതൽ 20 ലിറ്റർ വരെ ഈ തുരുത്തിക്കകത്ത് വെള്ളമെടുക്കും. അഥവാ അടുത്തെങ്ങാനും അവൻ യാത്രയ്ക്ക് വേണ്ടി പോവുക, ഒരു യഹൂദൻ യാത്രയ്ക്ക് വേണ്ടി അടുത്തുള്ള സ്ഥലത്ത് യാത്രയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവൻ എടുക്കുന്നതാണ് കൊമ്പ്. കൊമ്പിനകത്ത് തൈലം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ കൊമ്പിനകത്ത് വെള്ളം നിറയ്ക്കും. ഈ കൊമ്പിൻ്റെ കപ്പാസിറ്റി 1 മുതൽ 1.5 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റിയാണ് ഈ കൊമ്പിനകത്തുള്ള. തുരുത്തിയുടെ കപ്പാസിറ്റി 15 മുതൽ 20 ലിറ്റർ വരെ. കൊമ്പിൻ്റെ കപ്പാസിറ്റി 1.5 ലിറ്റർ. ഈ 1.5 ലിറ്റർ കപ്പാസിറ്റിയുള്ള കൊമ്പെടുത്ത് ഈ ശമൂവേൽ കൊമ്പെടുത്ത് തൈലം നിറച്ച് പോവാം. സാധാരണ നിലവാരത്തിൽ ഒരു അഭിഷേക തൈലം ഒരുത്തനെ അഭിഷേകം ചെയ്യുമ്പോൾ ആരുടെയും മുകളിൽ എന്ത് ചെയ്യത്തില്ല, ഒഴിക്കുകയല്ല. ഒന്നിൽ വലത്തെ കാതിൻ്റെ പുറകിൽ, വലത്തെ കൈയുടെ തള്ളവിരളയിലും വലത്തെ കാലിൻ്റെ തമ്പിലും പുരട്ടും. ഇങ്ങനാണ് ഒരുത്തനെ അഭിഷേകം ചെയ്തത്. ബാക്കി ശേഷിക്കുന്നത് തെന്നമ്മൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര സുഗന്ധമാണ് ഈ അഭിഷേക തൈലത്തിന്. ഈ അഭിഷേകത്തിൻ്റെ തൈലം അടപ്പൊന്ന് തുറക്കുമ്പോഴത്തേക്ക് ഈ ഏരിയ മുഴുവനും മണക്കും. അതുപോലെ സുഗന്ധമാണ്. ഈ 10 ml മാത്രം എടുത്തിട്ട് ഇത് ചെയ്യും. ആ ബാക്കി വരുന്നത് തലയിൽ പുരട്ടും. ഇങ്ങനെയാണ് ഒരുത്തനെ അഭിഷേകം ചെയ്യുന്നത്. പക്ഷേ ഈ ദാവീദിൻ്റെ കാര്യത്തിനകത്ത് കർത്താവ് നേരെ സ്ട്രാറ്റജി തിരിച്ചു. കൊമ്പിൽ തൈലം നിറയ്ക്കാൻ പറഞ്ഞു. കൊമ്പിൽ തൈലവുമായിട്ട് ശമൂവേൽ ഇശായിയുടെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് ചെന്നിട്ട് കർത്താവ് ഈ ശമൂവേൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ തലമുറയും കയറ്റി നിർത്തി എല്ലാവരെയും തള്ളിക്കളഞ്ഞു. ആരെയും സെലക്ട് ചെയ്തില്ല. ഈ സ്റ്റഡി ബൈബിൾ പറയുന്നത് കാട്ടിൽ കിടക്കുന്ന ഈ ദാവീദിനെ ശമൂവേൽ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദിന് 13 വയസ്സായിരുന്നു. 13 വയസ്സ്. ഈ 13 വയസ്സുകാരന് വേണ്ടി ലോകമറിയുന്ന പ്രവാചകൻ പറയുന്നൊരു ഡയലോഗാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവൻ വരാതെ ഞാൻ പന്തിയിലിരിക്കുകയാണ്. ഞാൻ ഒരു ദൂത് പറയാം. വിളിയുള്ളവന് വേണ്ടി അഭിഷേകം വെയിറ്റ് ചെയ്യും. വിളിയുള്ളവന് വേണ്ടി അഭിഷേകം വെയിറ്റ് ചെയ്യും. 13 വയസ്സുകാരൻ വരാതെ ഞാൻ പന്തിയിലിരിക്കുകയല്ല. വിളിയുള്ളവന് വേണ്ടി അഭിഷേകം വെയിറ്റ് ചെയ്യും. നിന്റെ അകത്ത് വിളിയുണ്ടോ? അഭിഷേകം വെയിറ്റ് ചെയ്യും. പ്രവാചകൻ വെയിറ്റ് ചെയ്ത് നിന്നു. അവൻ വരാതെ ഞാൻ പന്തിയിലിരിക്കുകയല്ല. ഇങ്ങനുള്ള, എനിക്കറിയില്ല, ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ഭയങ്കരമായി ദൈവത്വം പറയുന്നു. ഇങ്ങനുള്ള മാന്യതകൾ ചിലരുടെ മീതെ ചലിക്കാൻ പോവാ. ഇങ്ങനുള്ള മാന്യതകൾ ചിലർക്കും മീതെ. ഞാൻ ഈ തലമുറകളെ ഒക്കെ നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മീതെ അത് ചലിക്കട്ടെ. അവൻ വരാതെ ഞാൻ പന്തിയിലിരിക്കുകയല്ല. വിളിയുള്ളവൻ വരാതെ അഭിഷേകം വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ ദാവീദ് വന്നു. ദാവീദിന്റെ വരവ് ഭയങ്കര രസമാണ്. ദാവീദിന്റെ കയ്യിൽ ഇടയൻ്റെ ദാവീദ് ഇട്ടേക്കുന്ന ഇടയൻ്റെ വസ്ത്രമാണ്. കയ്യിൽ വടിയുണ്ട്. കയ്യിൽ വടി പിടിച്ചു. തോളിൽ കിന്നരമുണ്ട്.
അരയിൽ ബെൽറ്റുണ്ട്, ബെൽറ്റിനകത്ത് ഈ സ്ലിങ്, ഈ കവണയും കല്ലും ഒക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന കാലിൽ മുറുക്കി കെട്ടി വെച്ചിരിക്കുന്ന ചെരുപ്പ്, മുറുക്കി വെച്ചിരിക്കുന്ന ചെരുപ്പ്. ഈ ചെരുപ്പിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുക. ദൈവദാസൻ പറഞ്ഞാൽ എപ്പോഴും കർത്താവിന് വേണ്ടി നിന്നോണം. ഈ കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന ചെരുപ്പ് പറയുന്നത് ഏത് സമയം ഹീസ് ഓൾവേസ് റെഡി. ദാവീദ് എപ്പോഴും തയ്യാറാ. ഏത് രാത്രിയിലും യേശുവിന് വേണ്ടി ഓടാൻ തയ്യാറാ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ അവൻ തയ്യാറാ. കാട്ടിലായാലും നാട്ടിലായാലും വീട്ടിലായാലും അവൻ തയ്യാറാണ്. ഇങ്ങനെ നിൽക്കുന്ന, ഇങ്ങനെ കയറി വരുന്ന ദാവീദിനെ കണ്ടപ്പോൾ ശമൂവേലിൻ്റെ ബെൽറ്റ് കരയിൽ നിന്ന് കൊമ്പിനകത്തെ അഭിഷേക തൈലം ചലിക്കാൻ തുടങ്ങി. 13 വയസ്സുകാരൻ കയറി വന്നപ്പം ആ കൊമ്പിനകത്തെ അഭിഷേക തൈലം ചലിച്ചു തുടങ്ങി. ഞാൻ ആത്മാവിൽ പറയാം, വിളിയുള്ളവൻ അവൻ്റെ ഡെസ്റ്റിനിയുമായി അടുത്തു വരുമ്പോൾ ചിലത് ചലിച്ചു തുടങ്ങും. ചിലത് ചലിച്ചു തുടങ്ങും. നിന്റെ സാഹചര്യങ്ങൾ ചിലത് മാറുന്നത് നിനക്ക് മനസ്സിലാകും. വിളിയുമായി നീ അടുത്തു ചെല്ലുമ്പോൾ ചിലത് ചലിച്ചു തുടങ്ങും. ഇന്ന് പകൽ ചിലരുടെ മീതെ അത് ചലിക്കുന്നു. 13 വയസ്സുകാരൻ മല കയറി അവൻ വന്നപ്പോൾ പ്രവാചകന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പിനകത്തെ തൈലം ചലിച്ചു തുടങ്ങിയെങ്കിൽ, ഞാൻ ആത്മാവിൽ ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ഈ കേരളത്തിൻ്റെ മണ്ണിൽ വിശ്വസ്ത പ്രവാചകന്മാരുടെ കയ്യിലെ തൈലക്കൊമ്പിനകത്തെ തൈലങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. അഭിഷേക തൈലം ചലിച്ചു തുടങ്ങട്ടെ. ഈ സഭയ്ക്ക് വേണ്ടി അഭിഷേക തൈലം ചലിച്ചു തുടങ്ങട്ടെ. വേറെ വന്നു. ഞാൻ ഈ കൊമ്പൊന്ന് എടുക്കുവാണ്. ഇനി വന്നേടാ. ഈ അവിടെ നിന്ന് ഒന്ന് മുട്ടുമടക്കിക്കുക. ഈ കൊമ്പിനകത്തെ അഭിഷേക തൈലം ചലിച്ചു തുടങ്ങി. ഇതിങ്ങനെ കിടന്ന് നാടുക. ദാവീദിനെ കണ്ടപ്പം ദൈവം ശമൂവേലിനോട് പറയുന്നൊരു കാര്യം എൻ്റെ ചിന്തയാണ്, ബൈബിളിനകത്തല്ല. ശമൂവേലേ, എന്താ കർത്താവേ, ഇതുവരെ ഒരു പ്രവാചകനും ചെയ്തിട്ടില്ലാത്തത് നിന്നോട് ചെയ്യാൻ പറയാൻ പോവാ. ഒരഭിഷക്തനും ചെയ്യാത്തത് ഞാൻ ചെയ്യാൻ പറയാൻ പോവാ. സാധാരണ ഞാൻ കൊടുത്ത നിയമത്തിനകത്ത് അഭിഷേക തൈലം പുരട്ടാനാണ്. ഞാൻ നിന്നോട് പറയുന്നു, ഇവനെ സംബന്ധിച്ച് അത് വേണ്ട. നീ തൈലക്കൊമ്പെടുക്കണം. എന്നിട്ട് 1.5 ലിറ്റർ മുഴുവനും ഇവൻ്റെ തലയ്ക്കും മീതെ ഒഴിക്കണം. തലയ്ക്കും മീതെ ഒഴിക്കണം. അതവൻ്റെ തലമുടിയിൽ നിന്നും അവൻ്റെ കിന്നരത്തിൽ തൊടണം. അത് കിന്നരത്തിൽ തൊടുമ്പോൾ ഇന്നലകളിൽ നടക്കാത്തത്, ഇതുവരെ എഴുതപ്പെടാത്തത് പുതുതായി ഞാൻ ചേർക്കുകയാണ്. കരപടിച്ച് ശക്തിയോടെ കരപടിച്ച് അന്യഭാഷ പറഞ്ഞ് നിന്റെ മേൽ ഇത് വീഴട്ടെ. ചുടബല ബല ബല ഭര ബല ഭര ബല ചുടബര ബല ഭര ബല ഭര ബല സതരബകതലബതിരിയ പ്രഭ. എനിക്കറിയില്ല, ദൈവത്തെ ഭയങ്കരമായി എന്നോട് ദൈവത്തെ പറയുന്നു, മുറിവുകളെ ഉണക്കാൻ ഈ പകൽ അഭിഷേക തൈലം ചലിക്കും. ഹൃദയത്തിനകത്തെ മുറിവുമായിട്ടല്ലേ നീ വന്നേ? ഹൃദയത്തിനകത്തെ മുറിവുമായിട്ടല്ലേ നീ വന്നേ?
ഇന്നലകളിലെ മുറിവുമായിട്ടല്ല നീ വന്നേ. സ്വന്തക്കാരും ബന്ധുക്കാരും ചാർച്ചക്കാരും കമാസിയാർത്തൽ കമാന പുറത്തുനിന്ന് നോക്കി കമന്റ് അടിക്കുമ്പോൾ അവരുടെ മുൻപിൽ തമ്പുരാൻ നിർത്തിയിട്ട് പറയും, ശമൂവേലേ, ഇതുവരെ ചെയ്യാത്തത് ചെയ്യ, ഇതുവരെ എഴുതപ്പെടാത്തത് ചെയ്യ, പുതുതായി ഒന്ന് ചെയ്യ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. കമാൻ യഹോവയുടെ ശബ്ദം ഇന്ന് പകൽ അഭിഷേക തൈലത്തെ ചലിപ്പിക്കുന്നു. യഹോവയുടെ ശബ്ദം മുറിവുണക്കുന്നു. യഹോവയുടെ ശബ്ദം മനസ്സിന്റെ വ്യതകൾ മാറ്റുന്നു. യഹോവയുടെ ശബ്ദം ചിലരെ കുറിച്ച് ഭയങ്കരമായി ദൈവാത്മാവിനോട് പറയുന്നു, പുതുതായി ചിലത് എഴുതാൻ പോവാ. പുതുതായി ദൈവം ചിലത് എഴുതാൻ പോവാ. അച്ഛാ, ഇസ്രായേലിന്റെ മണ്ണിൽ ഇതുവരെ നടക്കാത്തതും എഴുതപ്പെടാത്തതും പുതുതായി എഴുതപ്പെടാൻ പോകുന്നതും അങ്ങനൊരു കാര്യം നടക്കും. അങ്ങനൊരു കാര്യമാണ് ഇശായിയുടെ വീട്ടിൽ നടന്ന് ഇതുവരെ ഒരു പ്രവാചകൻ ചെയ്യാത്തതും ഇതുവരെ നടന്നിട്ടില്ലാത്തതും അന്ന് അവിടെ പുതുതായി എഴുതപ്പെട്ടതും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കുന്നു, ഈ മാവേലിക്കയുടെ മണ്ണിൽ ഇതുവരെ നടക്കാത്തതും പുതുതായി എഴുതപ്പെടാൻ പോകുന്നതും ആയ ഹിസ്റ്ററി, അങ്ങനൊരു മർമ്മത്തെ ദൈവാത്മാവ് ഇന്ന് പകൽ ചെയ്യുകയാണ്. ഓ ഒന്ന് പ്രാർത്ഥിച്ച് പകരമായി ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് അത് ചെയ്യുകയാണ്. ചിലർക്ക് വേണ്ടി അത് ചെയ്യുകയാണ്. ഇതുവരെ എഴുതപ്പെടാത്തതും ഇനി അങ്ങോട്ട് ഓ മറ സന്തലാദിയാരബ